ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാലപ്പമാണ്. അരി കുതിർക്കുകയോ അരയ്ക്കുകയോ അരിപ്പൊടിയോ ഒന്നുമില്ലാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാലപ്പമാണ്. നമ്മൾ റവ വെച്ചാണ് കേട്ടോ ഈ പാലപ്പം തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് റവയാണ് പാലപ്പം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കേട്ടോ. റോസ്റ്റ് റവയാണെങ്കിലും കുഴപ്പമില്ല. ഏത് റവ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ പാലപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റവ 1.5 കപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. റവ എടുത്ത അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം ഇത് റവ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നോർമൽ വാട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ചൂടുവെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. കുറഞ്ഞൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതേ സമയം തന്നെ നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ള അവിലും കൂടി എടുത്ത് വെക്കാം. ഇവിടെ ഞാൻ 3/4 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലെ അവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കഴുകിയെടുക്കണം. അവലിലെ പൊടിയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഒറ്റത്തവണ നമ്മളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴുകിയെടുത്ത അവലിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നമ്മൾ റവ കുതിരാനായിട്ട് വെച്ചില്ലേ, അത്രയും ടൈം ഏകദേശം 50 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ സമയം കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടും. 15 മിനിറ്റിന് ശേഷം നമ്മുടെ റവ കണ്ടില്ലേ, വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ടൈമൊക്കെ മതിയാകും. ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിലും നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ആദ്യം നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അവിലും തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒറ്റ തവണയായിട്ട് ചേർക്കാൻ പറ്റുമെങ്കിൽ മാത്രം റവ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒറ്റ തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. ഈ വെള്ള അവിൽ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പാലപ്പത്തിന് നല്ല കളറായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ റവ വെച്ച് തയ്യാറാക്കുന്ന അപ്പത്തിന് ഒരു കളർ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇനി 3/4 കപ്പ് തേങ്ങ ചിരവത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ റവയൊക്കെ നല്ല വെള്ളമൊക്കെ പിടിച്ചിട്ട് നല്ല കുതിർന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇവിടെ ഞാൻ അരയ്ക്കാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ. അതായത് ലൈറ്റായിട്ട് ചൂടുള്ള വെള്ളം, കൈകൊണ്ട് തൊട്ടാൽ പൊള്ളാത്ത പരുവത്തിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല ഫൈനായിട്ട് നല്ല സാധാരണ നമ്മൾ അപ്പത്തിന് അരയ്ക്കുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ അരി അപ്പത്തിന് അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ 6-7 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക, അതൊന്ന് പുളിച്ച് കിട്ടാനായിട്ട്. ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അപ്പം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാലപ്പം കിട്ടുക. ഇവിടെ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് അത്യാവശ്യം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒറ്റ മണിക്കൂർ കൊണ്ട് നല്ല ചൂടുള്ള കാലാവസ്ഥയായതുകൊണ്ട് തന്നെ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. തവി കൊണ്ട് ഏതാണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയ സമയത്ത് കണ്ടില്ലേ, അത് അല്പം ഒന്ന് താന്നു വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് നമ്മൾ കുത്തി ഇളക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ല ചൂടാകുന്ന സമയത്ത് ഒരു തവി മാവ് കോരി ഒഴിക്കാം. അതിനുശേഷം നല്ല പാലപ്പത്തിന് കറക്കിയെടുക്കുന്ന പോലെ വട്ടത്തിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. അപ്പച്ചട്ടി നല്ല ചൂടായതിന് ശേഷം വേണം കേട്ടോ മാവ് കോരി ഒഴിക്കാനായിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ ബബിൾസൊക്കെ വന്നിട്ട് പൊട്ടിത്തുടങ്ങും. ഈ സമയത്ത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പാലപ്പം നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്നും, അതായത് അപ്പച്ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റാം. നല്ല പെർഫെക്റ്റായിട്ട് പാലപ്പം കിട്ടിയിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. നല്ല ഷേപ്പിൽ തന്നെ ചുറ്റിച്ചെടുക്കണം. ചട്ടി നല്ല ചൂടായിരിക്കണം കേട്ടോ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത്. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ബബിൾസൊക്കെ വന്നിട്ട് പൊട്ടിക്കിട്ടുക. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പാലപ്പവും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. റവ വെച്ച് തയ്യാറാക്കിയ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പമാണ്. ഇതുപോലെ അരികും മൊരിഞ്ഞിട്ടുള്ള പാലപ്പമാണ് വേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി കൂടുതൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെ പാലപ്പം മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പമാണ്.
വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്ത പാലപ്പമാണ്. ഞാനിവിടെ ടോട്ടൽ എടുത്തത് 1.5 മണിക്കൂറാണ് കേട്ടോ. അതായത് 15 മിനിറ്റ് നമ്മൾ റവയൊക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. 1 മണിക്കൂർ നമ്മൾ അരച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷമാണ് തയ്യാറാക്കിയെടുത്തത്. ഇങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. റവ വെച്ച് തയ്യാറാക്കിയ പാലപ്പമാണ്. ഇനി അരിയോ അരിപ്പൊടിയോ ഒന്നും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പാലപ്പം തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ പാലപ്പത്തിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.